എന്തായാലും നമുക്ക് വേറെ വഴിയില്ല. ഹായ് ഗൈസ്, ഞാനിന്ന് ആംഗിൾ ഒന്ന് മാറ്റി പിടിച്ചു. റൂം സെയിം ആണ്, ഒന്ന് സൈഡ് ഒന്ന് ചെരിച്ച് പിടിച്ചു. അപ്പോൾ പ്രശ്നേഷ് ചേട്ടൻ്റെ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ 2 വീഡിയോകൾ എന്ന് വെച്ചാൽ പ്രശ്നേഷ് തന്ന എക്സ്പ്ലനേഷനും അതിനുശേഷം പ്രശ്നേഷിൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും ഒരു ഇൻ്റർവ്യൂവും കൂടെ ഒരുമിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാം, വീഡിയോയിൽ ലെങ്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 2 കണ്ടന്റ് ഒരു കണ്ടന്റ് ആക്കി മാറ്റുകയാണ്. കഥയല്ലിത് ജീവിതം. നമ്മൾ കഥയിലെ ജീവിതത്തിൽ ഉപ്പുമുളക് ലൈറ്റ് കഥയിലെ ജീവിതം നമ്മൾ സംസാരിച്ചു. പിന്നെ ഒരു ഫാമിലി കൂടെ ഉണ്ടല്ലോ, പ്രവീൺ പ്രണവ് കഥയിലെ ജീവിതം സംസാരിച്ചു. അതിനുശേഷം ഇപ്പം മൂന്നാമത്തെ കഥയിലെ ജീവിതവുമായിട്ട് വന്നിരിക്കുകയാണ് പ്രശ്നേഷ്. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ പ്രശ്നം എന്താണെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രമാണല്ലോ നിങ്ങൾ എൻ്റെ വീഡിയോ തുറന്നുകൊണ്ട് നോക്കുന്നത്. അല്ലാത്ത ആൾക്കാർക്ക് ഞാനിത് റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ പ്രശ്നേഷ് ചേട്ടൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, നാട്ടിലും ചുറ്റുപാടും എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കി, ലാസ്റ്റ് സ്വന്തം വീട്ടിലും പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. പെങ്ങളെ വളരെ മോശമായ രീതിയിൽ ഓരോന്ന് സംസാരിച്ചു. അത് കേട്ട് നിന്ന പെങ്ങൾ പ്രശ്നേഷ് എന്താണ് എന്നുള്ള കാര്യം ഇവിടെ വന്ന് പറഞ്ഞു. അപ്പം ഈ തല്ലിൻ്റെ വഴക്കൊക്കെ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് പ്രശ്നേഷ് വീട്ടിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് സ്റ്റാർട്ടിങ് തന്നെ പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് പ്രശ്നേഷ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് പ്രശ്നേഷിൻ്റെ സൈഡൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി എക്സ്പ്ലനേഷനിലോട്ട് പോകാം. പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കാര്യങ്ങള് കള്ളക്കേസാന്ന് മനസ്സിലായപ്പോഴത്തേക്കും പോലീസുകാർ അവിടെ നിന്ന് വിട്ടു. അവർ കേസൊന്നും എടുത്തില്ല. ഇപ്പൊ അത് പോരാതെ വന്നു, അവിടെ ഒന്നും നടന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തിരിക്കുന്നത്. അവരുടെ കയ്യിൽ ഒരു തെളിവും ഇല്ല. മാത്രമല്ല 4 ഇടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തൊരു ചെറിയ പാടെങ്കിലും കാണത്തില്ല. ഒരു ചെറിയ പാടുമില്ല, ഹോസ്പിറ്റലിൽ പോയിട്ടുമില്ല. അതുപോലെ തന്നെ ഇവർ പറഞ്ഞതിൽ ഭയങ്കരമായ ഇപ്പൊ വന്ന ഏറ്റവും വലിയ കോൺട്രവേഴ്സി എന്താന്ന് വെച്ചാൽ പ്രശ്നേഷ് പെങ്ങളെ തല്ലി എന്നാണ്. അതിന്റെ എക്സ്പ്ലനേഷനാണ് ഇവരുടെ വീഡിയോയിൽ ആദ്യം തന്നെ പറയുന്നത്. 4 അടി അടിച്ചാൽ പാട് വരണ്ടേ. ഇത് മെയ് 5-ാം തീയതി നടന്ന സംഭവമാണ്. ഇന്ന് ദിവസം മാറി. ഇന്ന് മെയ് എത്രയായി? 20 ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഈ പാടൊക്കെ അങ്ങ് മങ്ങിയിട്ടുണ്ടാവും. സോ പാടൊന്നും വെച്ച് പറയുകയൊന്നും ചെയ്യണ്ട. പിന്നെ അമ്മക്കും ആങ്ങളമാരൊക്കെ ഉള്ളതാണ്. പ്രശ്നേഷിൻ്റെ ഇതുവരെ കണ്ട സ്വഭാവം വെച്ചിട്ട് ഇച്ചിരി എടുത്തചാട്ടം കൂടുതലാണ്. വായയിൽ വരുന്ന കാര്യം എന്താ, പറയുന്നത് എന്താ, ലൈസൻസ് എന്താണെന്നൊന്നും അറിയില്ല. ആദ്യത്തെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും സ്വന്തം പെങ്ങളോടാണ് അവൾ തിന്ന ഭക്ഷണത്തിനും അവൾക്ക് വാങ്ങിക്കൊടുത്ത തുണിക്കും കണക്ക് പറയുന്നത്. അപ്പം ആ പ്രശ്നേഷ് പെങ്ങൾ അടിച്ചില്ല എന്ന് പറയുന്നതിനോട് എനിക്കൊരു തോട്ടമൊന്നുമില്ല. 4 അടി ഇല്ലെങ്കിലും ഒരു 3 എണ്ണെങ്കിലും എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഈ തല്ലിന് പ്രശ്നേഷ് തന്ന ഒരു എക്സ്പ്ലനേഷൻ ഇതാണ്. ഇതൊന്നും എനിക്കൊരു വലിയ വിശ്വാസമൊന്നുമില്ല. ഏട്ടൻ അനിയത്തിമാരെ തല്ലാണ്ടൊന്നും നിൽക്കൂല പ്രത്യേകിച്ച്. പക്ഷെ ഇതിൽ വേറെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ട ഒരു സാധനമാണ്, പ്രശ്നേഷ് വീട്ടിൽ കയറാൻ ശ്രമിച്ചപ്പോൾ അവർ തടഞ്ഞു നിർത്തി, ഗുണ്ടികൾ വന്ന് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ വീട്ടിൽ കയറാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊന്നും കൂടെ അത് മാത്രം ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയിലോട്ട് പോകാം. അകത്തുനിന്ന് ഊരിയിട്ട് തോന്നുന്നു, വലിയ കേൾക്കണില്ലായിരുന്നു. ഞാൻ കഥയിൽ കൊട്ടി നോക്കി, അപ്പം അനക്കില്ല. ഞാൻ ജനലിൽ കൊട്ടിയിട്ട് ജനലിന്റെ അവിടെ ചെന്ന് അവിടെ അകത്തെന്തോ കുശു 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 ചിഞ്ചു ഇങ്ങനെ പറയുന്നുണ്ട് എന്തോ. അപ്പൊ ഞാൻ കൊട്ടിയിട്ട് പറഞ്ഞ, അമ്മ എനിക്ക് പണിയുടെ സാധനം അത്യാവശ്യമാണ്, അമ്മ നാളത്തേക്ക് പണിയുള്ളതാണ്, ഇത് കളയാൻ പറ്റാത്ത പണിയാണ്, അത്യാവശ്യം ആയതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല, ഞാൻ അതെടുത്തിട്ട് പൊക്കോളാം, വേറെ ഒന്നും എടുക്കുന്നില്ല, എന്റെ പണി സാധനം ജസ്റ്റ് നാളത്തേക്കുള്ള പണിയുടെ സാധനം മാത്രമെങ്കിലും എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരനക്കൂല. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കൊട്ടും മിണ്ടാ നിൽക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റാഞ്ഞിട്ടെങ്കിലും എന്റെ പണി സാധനം എനിക്ക് വിട്ടു തരണം, നാളത്തേക്കുള്ള പണിയുടെ സാധനമെങ്കിലും വിട്ടു തരണം. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ശല്യം സഹിക്കാണ്ടിട്ട് എന്റെ പേരിലാണ് അപ്പോഴും ലീസിന് എഴുതിയേക്കുന്നത്. ആ പോയിന്റ് ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാണ്. അപ്പം ഈ ഒച്ച ബഹളം സഹിക്കാൻ വയ്യാഞ്ഞിട്ട്, ഉറക്കം മുട്ടിയിട്ട് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട് ഇറങ്ങി വന്നു. ഭയങ്കര ഒച്ചയും ബഹളമായിരുന്നു. അമ്മയും അനിയത്തി ഒരേപോലെ നല്ല ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. അതിന്റെ വീഡിയോ ഇരിപ്പുണ്ട്. തുടക്കത്തിൽ വീട്ടിൽ കയറാനുണ്ടായിരുന്ന ഒരു സാഹചര്യം പ്രശ്നേഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുടെ ജോലി സാധനങ്ങളെല്ലാം വീട്ടിലാണ് ഉണ്ടായിരുന്നത്.
അപ്പോൾ അതെടുക്കാൻ വേണ്ടി വീട്ടിൽ ചെന്ന സമയത്ത് എത്രയൊക്കെ കതവ് മുട്ടാനും ആക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും വീട്ടുകാർ വീട് വാതിലൊന്നും തുറന്നു കൊടുത്തില്ല. അങ്ങനെ കുറേ വീണ്ടും മുട്ടിക്കൊണ്ട് നിന്ന ഒരു സെക്കൻഡിലാണ് അവർ വായിൽ തുറന്നത്. വായിൽ തുറന്ന് ഒച്ചപ്പാടായപ്പോഴേക്ക് ചുറ്റുള്ള ആൾക്കാർ വന്നു, പ്രശ്നമായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം വീട്ടിലോട്ട് വീട്ടുകാർ കയറ്റുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഒരു കോമൺ സെൻസിൽ ആലോചിച്ചാൽ പോരെ. സ്വന്തം ഇപ്പോൾ പ്രശ്നേഷ് പറഞ്ഞ പോലെ പ്രശ്നേഷിൻ്റെ പേരിലുള്ള ലീസിനെടുത്ത വീട്ടിൽ പ്രശ്നേഷിനെ കയറ്റാൻ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഒരമ്മയും പെങ്ങളും രാത്രി സമയത്ത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത്രത്തോളം നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അല്ലെ പ്രശ്നേഷ് എന്ന് പറയുന്ന വ്യക്തിയിൽ അവർക്ക് അത്രത്തോളം ഒരു താല്പര്യക്കുറവുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ജനങ്ങൾ രണ്ട് സൈഡിലും സപ്പോർട്ട് ചെയ്യും. ഒരിക്കലും പ്രശ്നേഷ് ഇതിൽ കുറേ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അവർക്ക് സപ്പോർട്ടുണ്ട്, അവരുടെ ഗുണ്ടികൾ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഒരു പാർട്ടി പ്രവർത്തക ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരെയാണ്. അതൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുക? ശരിയല്ല ഭാഗത്തല്ലേ ജനങ്ങൾ കൂടുതൽ നിൽക്കുക. അല്ലാണ്ട് ഫുള്ള് തെറ്റ് ഇവരെ സൈഡിലാണെങ്കിൽ ഇത്രയും ആൾക്കാർ ഇവരെ അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമോ? അന്ന് ഇതിൻ്റെ ചെറിയ വീഡിയോസൊക്കെ ഭയങ്കര ഇതിൽ പോയിരുന്നു. അതിനാൾ പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ ഇത് മാത്രമാണ്. എത്രയൊക്കെ ആണെങ്കിലും പ്രശ്നേഷ് അവരെ പറ്റി പറയുന്ന രീതിയിലുള്ള വാക്കുകളൊന്നും അവർ പ്രശ്നേഷിനെ പറ്റി പറഞ്ഞിട്ടില്ല. അവർ വളരെ ന്യൂട്രലായി വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു വർത്താനം വരാത്ത രീതിയിലാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രശ്നേഷിൻ്റെ സൈഡിലുള്ള വർത്താനങ്ങൾ, രീതി, സംസാരിക്കുന്ന ചേഷ്ട രീതിയൊക്കെ കാണുന്ന സമയത്ത് ഒരു ഫാബ്രിക്കേറ്റഡ് അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടി വെറുതെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാനത് എപ്പോഴും ആലോചിക്കും. നിങ്ങളുടെ കുടുംബ പ്രശ്നം ഇതിൽ വന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഈ പ്രശ്നം സോൾവ് ആയോ? അല്ലെങ്കിൽ പ്രശ്നേഷിന് ഭാര്യേൻ്റെ കൂടെ പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള പൈസ വീട്ടുകാർ കൊണ്ടു തന്നോ? ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് വെറുതെ നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ കുത്തി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം ചെയ്യുന്നത്? അപ്പോൾ പ്രശ്നേഷിൻ്റെ ഒറ്റ വീഡിയോ കൊണ്ടാണ് പ്രശ്നേഷ് ഈ തല്ലുന്നതും ഒച്ചപ്പാടുണ്ടാക്കുന്നതും ഒക്കെ കാര്യങ്ങൾ ഇവിടെ വന്നത്. ഐ ബിലീവ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു 100 ആൾക്കാരെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ 99 ആൾക്കാരും പ്രശ്നേഷിനെതിരെ മാത്രമേ സംസാരിക്കൂ. കാരണം ആ രീതിയിലുള്ള പ്രൂഫ്സ് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. പക്ഷെ വളരെ പബ്ലിക്കായിട്ട് തോന്നുന്ന ഡയലോഗുകളൊക്കെ പെങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സാധനം നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ എന്റെ കൂട്ടുകാർ വണ്ടിയിലുണ്ടായിരുന്നു, ഏതോ 2 ചെറുക്കന്മാരായിട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ, അറിയാത്ത പോലെ അവരെ ഇതുവരെ കണ്ടിട്ടുമില്ല. അങ്ങനെയാണ് എന്റെ അനിയത്തി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞേക്കുന്നത്. ഏതോ 2 ചെറുക്കന്മാരായിട്ട് വന്നു. ഈ 2 ചെറുക്കന്മാര് എന്റെ അനിയത്തിയുടെ കൂടെ വരെ ഇരുന്ന്, അതായത് എന്റെ അനിയത്തിയും ഞാനും ഇവളും എന്റെ അമ്മയും ഒക്കെ കൂടി ഇരുന്ന് മദ്യം വരെ കുടിച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് ചിഞ്ചു ഉൾപ്പെടെ ഇല്ലേ ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സാധനം നമ്മൾ ടച്ചിങ്സ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് പരിചയമുള്ള മാത്രമല്ല നൈസായിട്ട് ചെറിയ രീതിയിൽ പ്രശ്നേഷ് ഒന്ന് കുത്തുകയും ചെയ്തു. ഈ ഒരു സാധനം വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ ഒരു പോയിന്റിൽ ഞാൻ പ്രശ്നേഷിൻ്റെ സ്വഭാവം പറഞ്ഞുതരാം. പ്രശ്നേഷിൻ്റെ കൂടെ ചെന്ന 2 കൂട്ടുകാർ, അവരെ ഗുണ്ട എന്നാണ് വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞത്. ഇതിന് പ്രശ്നേഷ് തന്ന എക്സ്പ്ലനേഷനാണ് നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. ഇതിന് വളരെ വൃത്തിയിൽ പ്രശ്നേഷിന് പറയാം, എൻ്റെ സുഹൃത്താണ്, എൻ്റെ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഇത്ര കൊല്ലമായിട്ടുള്ള ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 ഫോട്ടോ കാണിക്കുക. അവരെൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 3-4 ഫോട്ടോ കാണിക്കുക. അല്ലെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഇല്ല. നൈസായിട്ട് അതിൻ്റെ ഇടയിലൊരു പണി കൊടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് കള്ള് കുടിച്ചിട്ടുണ്ട്, അതിനുള്ള ടച്ചിങ്സ് വരെ വെച്ച് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്ന് എവിടെയോ എന്തൊക്കെയോ എനിക്കറിയില്ല. എന്തിനാണ് സ്വന്തം അമ്മേനെയും പെങ്ങളെയും ഇങ്ങനെ നാണം കെടുത്തുന്നത്, പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കളിയാക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ഒരു പ്രശ്നമില്ലാണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഭാര്യേൻ്റെ കൂടെ പുറത്ത് ജീവിക്കാൻ വേണ്ടി പെങ്ങളുടെ സ്വർണത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു തല്ലാണ്. പ്രശ്നേഷ് പൈസേൻ്റെ പേരിൽ തല്ലുണ്ടാക്കില്ല എന്ന് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നേരത്തെ ഒരൊറ്റ ഡയലോഗിൽ കാണാം, പെങ്ങൾക്ക് വാങ്ങിക്കൊടുത്ത ഡ്രസ്സിനും KFCക്കും കഴിക്കുന്ന ഭക്ഷണത്തിന് വരെ കണക്ക് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പൈസ മാത്രം വിചാരിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഒരിക്കലും സ്വന്തം അമ്മേനെയും സ്വന്തം പെങ്ങളെയും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഒരിക്കലും പ്രശ്നേഷിനെ വളരെ വലിയ രീതിയിൽ തരം താഴ്ത്തുന്ന രീതിയിൽ അവരൊന്നും സംസാരിച്ചിട്ടില്ല. ഉണ്ടായ പ്രശ്നങ്ങൾ വളരെ മാന്യമായി പറഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് ആ ഇൻ്റർവ്യൂവിലോട്ട് പോകാം. നിങ്ങൾക്കെതിരെ അച്ഛനെതിരെയൊക്കെ വ്യാപകമായ രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു തോന്നുമ്പോൾ സ്വന്തം മകനെന്ന രീതിയിൽ എന്താ തോന്നുന്നിപ്പോൾ? എൻ്റെ മകനെന്ന രീതിയിൽ
എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുതും. ഇപ്പം അവൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞങ്ങൾ 2 സ്ത്രീകളും മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെ വീട് പോലും അല്ലത്, പണയ ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത്. അതിൻ്റെ പേര് ഞങ്ങൾക്ക് എതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ്. ഞങ്ങൾക്ക് 2 പേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല. 100% അമ്മ പറഞ്ഞൊരു കാര്യമാണ്. ഇനിയുള്ള തലമുറയോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും അത്യാവശ്യം സോഷ്യൽ മീഡിയ ഇനി ഉണ്ടാവും, യൂട്യൂബ് ചാനൽ ഉണ്ടാവും. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ വീഡിയോ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കല്ലേ. കാരണം ഇന്നല്ലേ നാളെ നിങ്ങൾ റെഡിയാവും, അല്ലെങ്കിൽ ഇന്നല്ലേ നാളെ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. അപ്പോൾ ആ സമയത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതൊക്കെ പോകുന്നത്. ഒരമ്മ പറയുന്നത് കേട്ടോ, ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഒന്നുമല്ല വന്ന് ഫ്രണ്ടിൽ വന്ന് എന്തോ പറയാൻ, ഇനിയുള്ള തലമുറയിലെ കുട്ടികളെങ്കിലും ദയവ് ഇതിങ്ങനെ ചെയ്യാണ്ട് നിൽക്കല്ലേ. നിങ്ങൾക്ക് ഇത്രത്തോളം ചെയ്യാനുള്ള ഒരു ആരോഗ്യം. അപ്പോൾ പ്രശ്നേഷ് ഇപ്പം അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അറിയില്ല. പണ്ടൊക്കെ പറഞ്ഞത് അച്ഛൻ്റെ തല്ലിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും എന്നെ പുറത്തോട്ട് കൊണ്ടുവരാൻ സഹായിച്ചത് അമ്മയാണ്, അമ്മയുടെ കരുണയോടുകൂടിയാണ് എൻ്റെ ജീവിതം പോയെന്നൊക്കെ പറഞ്ഞ ആളാണ്. ആ ജീവിച്ച് ഈ നിലയിൽ എത്തിച്ച് വിവാഹം കഴിപ്പിച്ച് വിട്ടപ്പോഴല്ലേ ഈ അമ്മയും ഇവരും കുറ്റക്കാരിയായി മാറിയത്, പെങ്ങളും. ഇത്രയും കാലം ഇല്ലാത്ത കുറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത്. അവർക്ക് നാളെ ഒരു ഭാവി വേണ്ടേ? അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക. ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത്? മോളെ, നിന്നെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യമേ ഒരു ചേട്ടൻ അനിയത്തി എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ മനോരമയിലടക്കം നിങ്ങളെക്കുറിച്ച് ഫീച്ചറുകളൊക്കെ വന്ന നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ അകലുന്നു. എന്തായിരുന്നു എൻ്റെ റീസൺ? എന്താണ് ശരിക്കും പറഞ്ഞാൽ? സംഭവം പറഞ്ഞാൽ അവന് പൈസ വേണം. അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകണം. വെളിയിൽ പോകാനായിട്ട് പൈസ വേണം. അതിൽ എൻ്റെ ഗോൾഡിൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു. അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ ദേഷ്യം അമ്മയോടും ഉണ്ട്. ഈ കുട്ടി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അവന് ഭാര്യനോടെ ഗൾഫിൽ പോകാൻ ഈ പെണ്ണിൻ്റെ സ്വർണം വേണം. അപ്പോൾ ഈ പെണ്ണിൻ്റെ സ്വർണ്ണത്തിൻ്റെ പേരിൽ തല്ലുണ്ടാക്കി അമ്മ ഓട്ടോമാറ്റിക്കലി കൊടുത്തില്ല. അമ്മ എന്തിനാണ് കൊടുക്കുന്നത്? അവന് ഭാര്യയ്ക്ക് പോകാൻ. അവൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വരെ കണക്ക് പറയുന്ന ഒരുത്തന് സ്വർണം കൊടുത്തിട്ടുണ്ട്. അവൻ ഭാര്യേൻ്റെ കൂടെ അവിടെ പോയി നിന്നിട്ടുണ്ട്. ഈ പാവങ്ങൾ വഴിയാധാരാവും. ഇപ്പം തന്നെ അവർക്ക് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ല. ഇപ്പോൾ കൊടുത്തില്ല. ആ കൊടുക്കാത്തതിൻ്റെ പേരിൽ പിന്നെ തുടങ്ങിയിട്ടുള്ള കച്ചറിയും പ്രശ്നവുമാണ് ഇത്. ഈ പണയം വലിയൊരു വില്ലനാണ്. വലിയൊരു വില്ലൻ എന്ന് വെച്ചാൽ വലിയൊരു വില്ലൻ. കാരണം പണത്തിൻ്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറയുന്ന പോലെയാണ് പണത്തിൻ്റെ മുകളിൽ അമ്മ പെങ്ങൾ ബന്ധമില്ല എന്ന് തെളിയിക്കുന്ന ഒരു ലൈഫ് സ്റ്റോറി തന്നെയാണ് പ്രശ്നേഷ്. ഇന്നേ വരെ ഞാൻ കണ്ട ഒരാളല്ല എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് ഈ പറഞ്ഞ കണക്ക് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ തന്നാണ് ഈ പറയുന്ന ഇവൻ്റെ കമ്പനിയിലോട്ട് എന്നെ കൊണ്ടുപോയത്. ഞാൻ കുറേ വെയിലും മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഈ ഗ്രീൻ ഹൗസിന്റെ കമ്പനിയുടെ ഒരു പാർട്ട്ണർ ആണോ? പാർട്ട്ണർ ആയിരുന്നു. ഈ പ്രശ്നത്തിന് ശേഷം, അതായത് ഈ 3-ാം തീയതി എന്നെ ഉപദ്രവിച്ചതിനൊക്കെ ശേഷം പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റിയെഴുതണമെങ്കിലും വിറ്റതിൻ്റെ ബാക്കി ഗോൾഡ് തരണമെന്നുണ്ടെങ്കിലും ഇവൻ്റെ ഈ കമ്പനിയുടെ ഓണർഷിപ്പ് ഇവൻ്റെ വൈഫിൻ്റെ പേരിലോട്ട് മാറ്റണമെന്നും പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഞാൻ കൊടുത്തിരുന്ന 3000 രൂപ തിരിച്ചു തന്നു. പക്ഷേ ഡിവിഡൻ്റ് ഒന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ സത്യം തന്നെ. കാരണം ഇവൻ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തോ എനിക്ക് തന്നെന്നും പറഞ്ഞ്. അത് ഞാൻ പണിയെടുത്ത പൈസയാണ് കേട്ടാ. കറക്റ്റ് ഇവൻ്റെ പൈസയ്ക്കുള്ള ആക്രാന്തങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഫുള്ള്. കാരണം ഈ പെൺകുട്ടീനെ കൊണ്ടുപോയി ആ പെൺകുട്ടീനെ അതിലെ പാർട്ട്ണറാക്കി. ആദ്യം ഈ ഫേം തുടങ്ങുന്ന സമയത്ത് 10-15 അങ്ങനെ എന്തൊക്കെയായിരുന്നു വേണ്ടി വന്നത്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ പൈസ അല്ലാണ്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ ആണ് പെൺകുട്ടീൻ്റെ കയ്യിൽ നിന്ന് പൈസ എന്ന് വെച്ചാൽ ഈ പെങ്ങളെ കൂട്ടിയത്. പെങ്ങളെ കുറേ കാലം അതിൽ വർക്ക് ചെയ്തെങ്കിലും ഒരു തൊഴിലാളിക്ക് കൊടുക്കുന്ന കൂലി അല്ലാണ്ട് ഒരു പൈസ അവൻ കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാവും കൊടുക്കാത്ത? പാർട്ട്ണർ ആകുമ്പോൾ അതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ആ പൈസ മുഴുവൻ ഇവൻ്റെ കയ്യിൽ എന്ത് ചെയ്തു? അടുക്കി വെച്ചു. പിന്നെ ഇപ്പോൾ ഈ ലീസിന് വാങ്ങിയത് ഫുള്ള് ലീസിന് വാങ്ങിയത് ഇവൻ്റെ പേരിലാണെങ്കിലും അതിലും അമ്മയുടെ പൈസ ഉണ്ട്. കാറ് വാങ്ങിയതിലും അമ്മേൻ്റെ പൈസ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും കണക്ക് പറയുന്ന ഒരുത്തനാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ലീസ് അമ്മേൻ്റെ പേരിലോട്ട് എഴുതി കൊടുത്ത് കാറും അവിടെ വെച്ചിട്ട് പെങ്ങൾക്ക് കൊടുക്കേണ്ട ഡിവിഡൻറ്റും കൊടുത്ത് പോകണ്ടേ? ഇല്ല, അവിടെ പറ്റുന്നത്ര പൈസ ഇഴുക്കി വെച്ചിട്ട് ആകെ അവൾക്ക് ചെയ്ത ജോലിക്ക് കൊടുത്തൊരു സ്ക്രീൻഷോട്ടും കഴിച്ച ഭക്ഷണത്തിനും കണക്ക് പറയുന്നത്. സ്വന്തം പെങ്ങളല്ലേ. സ്വന്തം പെങ്ങളോട് നീ ഈ ആറ്റിറ്റ്യൂഡാണെങ്കിൽ എന്തെന്നാ? ഇത്രയും കാലം പെങ്ങളായിരുന്നു കേട്ടോ. അന്ന് ഗ്രീൻ ഹൗസ് തുടങ്ങുന്ന അന്ന് തൊട്ട് പെങ്ങളായിരുന്നേ. ഇപ്പോൾ ആ പെങ്ങളെ കൊണ്ട് നൈസായിട്ട് മാറ്റിയിട്ട് ഭാര്യേൻ്റെ പേര് അതിലോട്ടാക്കി. ഇത്രയൊക്കെ മാറുമോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടേ ആണുങ്ങൾ? ഉപദ്രവിച്ചു. ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാണ് കണ്ടപ്പോൾ നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് 4 വട്ടം അടിച്ച്. എന്നിട്ട് എൻ്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവൻ്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് കിച്ചു വിടറ നാട്ടുകാർ വന്ന് സീനാണ്. അതുവരെ കണ്ട് ചിരിച്ചുകൊണ്ട് നിന്ന ആളാ. അപ്പോൾ അവൻ പറഞ്ഞ് അവളുടെ കയ്യിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ
നാണല്ലേ? പെങ്ങളെ പൈസേൻ്റെ പേരിൽ സ്വന്തം പെങ്ങളെ ഇത്ര അടിയും ഇടിയും കുത്തും ചവിട്ടും ഒക്കെ കൊടുക്കാൻ നാണല്ലേ എനിക്ക്? പെങ്ങളെ പൈസ കണ്ടിട്ടാണോ ഭാര്യേൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നത്, അല്ലെ പുറത്ത് പോകുന്നത്? എന്ത് ഭാര്യേൻ്റെ സ്വർണ്ണം എടുത്ത് പണയം വെക്കുക, എന്നിട്ട് പോ. അല്ലാണ്ട് ഈ വീഡിയോകളൊക്കെ ഇടുമ്പോഴേ എങ്ങനെയെങ്കിലും പ്രതികരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ചേട്ടാ. പക്ഷെ എൻ്റെ എന്താ ശരിക്കുള്ള ഇതെന്ന് ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. സപ്പോർട്ട് ചെയ്തവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ചേട്ടൻ പറഞ്ഞാണ് അടുത്ത ഭാവിയെന്നൊന്നുമല്ല. ഞാനൊരു പെങ്കൊച്ച, എനിക്ക് ബസ്സിലെങ്കിലും പോകണ്ടേ. ഒരു ആ കുട്ടീൻ്റെ ദയനീയതയാണ് ആ വീഡിയോ കൂടെ ആ കുട്ടി പറയുന്നത്. കാരണം സ്വന്തം ആങ്ങളെയാണ് പെങ്ങളെ പറ്റി ഇത്രയും മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. വീണ്ടും 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 ഡെയിലി ഒരു കണ്ടന്റ് ഇടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് കളിക്കുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അല്ലെ എനിക്ക് തോന്നുന്നത് ഈ യൂട്യൂബ് കൂടെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി പൈസ കിട്ടിയിട്ട് എങ്ങനെയെങ്കിലും വൈഫിൻ്റെ കൂടെ വിടാൻ വേണ്ടിയിട്ടാണെന്ന്. ഇതിൽ മോള് വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്താണ് മോക്ക് അറിയുമെങ്കിൽ, സത്യം എന്താണെന്ന് മോക്ക് അറിയുമെങ്കിൽ പുറമെയുള്ള ആൾക്കാരെ നോക്കണ്ട. ചുറ്റുമുള്ള ആൾക്കാരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം ആങ്ങൾ എങ്ങനെയാണ്, പിന്നെയാണ് നാട്ടുകാർ. ഒരാങ്ങളമാർ നമ്മളെ എന്താ പറയുക, സ്നേഹിക്കേണ്ട ഒരു ആങ്ങളെ എങ്ങനെ ചെയ്യുന്നതിൽ അല്ലേ? സ്നേഹിക്കേണ്ട ആങ്ങളെ നല്ല ചേട്ടാ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കും പൊക്കൂടെയെന്ന്. സത്യമാണ്. എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും എ സി റൂമിൽ കയറുന്ന ജോലിയാണ്. ഞാൻ അതിനു പോലും പോകാണ്ട് ഇവൻ്റെ കൂടെ കറക്റ്റ് 2 വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്തു. ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ തരുന്നതെന്നറിയാവോ? ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് അവൻ വാട്ടർ ടാങ്കിൽ കയറി ചെയ്തിറങ്ങി അതിൻ്റെ സാധനങ്ങൾ ഇവരുടെ ഡ്രസ്സ് മാറാൻ പോകുമ്പം ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാൽ തരുന്നത് 200 രൂപ. അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി പണിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ടാണ്. എനിക്ക് വേണ്ടി ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്തു കൊടുത്തത് ഒക്കെ. എന്നെ ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടോ കണ്ടന്റിന് വേണ്ടിയിട്ടോ ഇത്രയും മോശക്കാരിയൊക്കെ ചിത്രീകരിക്കാവോ? എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം. എന്നെ ഇഷ്ടപ്പെട്ട ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരിക്കലും ഈ കുട്ടി വിക്ടിം കാർഡ് കളിക്കുക എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവരുടെ ഇൻ്റർവ്യൂ ഞാൻ ഫുള്ള് നോക്കി. പ്രശ്നേഷ് എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഇവരെന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് ഇല്ല. ഉപദ്രവിച്ച കാര്യം ഇവർ പറയുന്നു, ലൈവായിട്ട് അതിന് വേണ്ട തെളിവ് ഇവർ കാണിക്കുന്നു. ബാക്കി ഇവർ പറഞ്ഞത് പൈസേൻ്റെ പേരിൽ മാത്രമാണ്. വേറെ എന്തൊക്കെ പറയാം ഇവർക്ക്? എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടായത് പറയാം. എത്ര മോശമായ രീതിയിലാണ് പറയുന്നത്. ഇപ്പോഴും ആ മരുമോളെ കുറിച്ച് മോശമായിട്ട് ഒരു കാര്യം പോലും ഇൻ്റർവ്യൂസിലോ കാര്യമോ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ മോൾ ഇരുന്ന് പെങ്ങളെയും അമ്മേനെയും ഇരുന്നില്ലാത്ത കുറ്റങ്ങൾ പറയുന്നില്ല. അമ്മയ്ക്ക് എന്താണ് ഇവർ നന്നായി ജീവിക്കുന്നത് കാണുമ്പോഴുള്ള പ്രശ്നമാണെന്നും പെങ്ങൾക്ക് ഇവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുകയെന്നും അമ്മായിമ്മ പോരാന്നും നാത്തൂൻ പോരാന്നും തനി എന്താ പറയുക കൾച്ചർലെസ് വേയിലാണ് ഇവരുടെ സ്വന്തം അമ്മേനെയും സ്വന്തം പെങ്ങളെയും വന്ന് പറയുന്നത്. മരുമോൾ എന്തോ ആവട്ടെ, മോൻ കിടന്ന അമ്മേനെയും പെങ്ങളെയും പറയുന്നത്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനായിട്ട് എന്തെങ്കിലും മിണ്ടിയിട്ട് ഇവൻ അതും വെച്ച് ഇവന് ഭയങ്കര വായ്ത്താളോ അവിടെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ടും വായ്ത്താളം. ഇതന്നെ ഞാൻ പറഞ്ഞത്, ഭയങ്കര വായ്ത്താളാണ്. എലീനെ പിടിച്ച് പുലിയാക്കാനും പുലീനെ പിടിച്ച് എലിയാക്കാനും കഴിവുള്ള ഒരു നാക്കാണ് അവനുള്ളത്. ഒരു മിനിറ്റിൽ എന്താ പറയുക എന്നുള്ളത് നമുക്കറിയില്ല. അവിടെ ഒരാളെ കുത്തിക്കാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അങ്ങ് കുത്തിക്കും ഫ്രണ്ടോട്ട് നോക്കാൻ. അല്ല, ഇങ്ങനെയൊക്കെ ഒരു കോൺട്രവേഴ്സീസ് നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ വൈഫ് പറഞ്ഞു കൊടുക്കാത്തത്? നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അമ്മേനെ കുറിച്ചാണ്, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പെങ്ങളെ കുറിച്ചാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ പറയാണ്ട് അല്ലാണ്ട് എന്താ ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നത്? വൈഫിന് വീട്ടുകാരില്ലേ? ഈ വീട്ടുകാരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് 2 വീട്ടുകാരും ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ല, പ്രശ്നേഷന് ഓൾറെഡി യൂട്യൂബ് അതും ഇതും ഗ്രീൻ ഹൗസ് കമ്പനിയും ഗ്യാസും എന്തൊക്കെയാണ് ബിസിനസ്സും എല്ലാം ഉള്ളതല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമായിട്ട് പോയാൽ പോരെ. ഇനി അഥവാ ഒരു 10,000-50,000 ഇവർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം അമ്മയാണ് എടുത്തത്, അല്ലെ സ്വന്തം പെങ്ങളാണ് എടുത്തത് എന്ന് കരുതി അങ്ങ് പോയിക്കൂടെ. എന്തായാലും ഇനി പ്രശ്നേഷ് ഭാര്യേൻ്റെ കൂടെ വിടും. ഇവർ തന്നെ ഒറ്റയ്ക്ക് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കേണ്ടി വരും. അവരെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കി വിട്ടു, ഭാര്യേൻ്റെ പേര് അതിൽ കൊടുക്കുകയും ചെയ്തു. ഇനിയെങ്കിലും അവർ കിട്ടുന്ന പൈസ വെച്ച് അവരിത് ജീവിച്ചോട്ടെ. അല്ലെങ്കിൽ അവളുടെ കല്യാണത്തിനൊന്നും ഒരു പവൻ പോലും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അതിൻ്റെ ഒരു ഇതല്ലെന്ന് കരുതി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമായിട്ട് മാനിയായിട്ട് പോയാൽ പോലെ. ഇത് ഒരാളെ നാറ്റിച്ച് നശിപ്പിച്ച ഒരവസ്ഥ എത്തിച്ചു. പ്രശ്നേഷന് കുഴപ്പമൊന്നുമില്ല, ബിസിനസ് അവിടെ ഉണ്ട്, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, കല്യാണം കഴിഞ്ഞതാണ്. ഈ പെൺകുട്ടി അങ്ങനെയല്ല, ഇനി കല്യാണം കഴിക്കേണ്ട ഒരു കുട്ടിയാണ്. അല്ലെങ്കിൽ ഇനി അതിന് ഫ്രണ്ടോട്ട് ഭാവി ജീവിതം ഉള്ളതാണ്. ആ അമ്മയാണ്. ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാലും ഈ കുട്ടി ഇങ്ങനെ ജീവിക്കണം.
ഈ 1 2 3 4 ആണുങ്ങളുടെ അടുത്ത് പോകുന്നു എന്ന് കേട്ടാൽ ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ ഈ പെണ്ണിൻ്റെ അടുത്ത് മോശമായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ അവരുടെ വീട്ടിൽ കയറി വാതിൽ മുട്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒക്കെ എന്താ പറ്റുക? അതാണ് ഞാൻ പറയുന്നത്. പുറത്തോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നോക്കിയും കണ്ടും പറയാൻ ശ്രമിക്കുക. അല്ലാണ്ട് എന്തെങ്കിലും വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് എന്നുള്ള കളി കളിച്ചുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ നിൽക്കരുത്. മറ്റൊരാളെന്ന് പറയരുത്, സ്വന്തം ചോരേനെ നശിപ്പിക്കാൻ നിൽക്കരുത്. ഇവന് ഹോൾഡ് ഉണ്ടാകുന്ന ഒന്നും എനിക്കറിയത്തില്ല. കാരണം ഇതിനു മുന്നേ ചെന്നിട്ടും അവർ ഒത്തുതീർപ്പാക്കി വിട്ടിട്ട് ഇവനൊന്ന് പേടിപ്പിച്ചു പോലും വിട്ടില്ല. എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും പേടിപ്പിച്ചു പോലും വിട്ടില്ല. അത് സന്തോഷം. ഇത് ഞാൻ പ്രതീക്ഷിച്ചു. ആ പെൺകുട്ടീനെ ഉപദ്രവിച്ചു എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് പോലും ചൂടായി വിട്ടില്ല. നമ്മുടെ പോലീസുകാർക്ക് ഇതിനൊന്നും നിയമമല്ല മോളെ. അവർക്ക് ഇതിനൊന്നും ടൈമില്ല. അവർക്ക് ഇതൊന്നും നോക്കാനുള്ള നേരമേ ഇല്ല. ഉണ്ടാക്കി ഒന്നും ചെയ്യണ്ട. ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ നിശബ്ദമായിട്ട് നിന്നെന്ന്. ഈ പറയുന്ന എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിട്ട് പോലും എനിക്ക് റീച്ച് ഉണ്ടാക്കാനാണ് എനിക്ക് ഇതിനു മുന്നേ ചെയ്തുകൂടായിരുന്നു. ഞാൻ ഇന്നേ വരെ അത് ചെയ്യാൻ ഞാൻ ക്ഷമിക്കല്ല. എനിക്ക് അങ്ങനെ പോയി സ്വയം നാണം കെടണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിലി പ്രശ്നം കൊണ്ടുവന്ന് ഇങ്ങനെ ഇവരെയും നാണം കെടുത്തണമെന്നൊന്നും ഇല്ലായിരുന്നു. അതാണ് ഒത്തുതീർപ്പാക്കി പോയത്. അത് കുട്ടിക്കുള്ള ബുദ്ധി പോലും പ്രശ്നേഷ് അല്ലെങ്കിൽ രോഹിത് തനിക്കില്ലേലോ എന്നാ ചോദിക്കാനുള്ളത്. കുടുംബത്തിൻ്റെ കാര്യം പുറമെ വന്ന് നാണം കെടാൻ എനിക്ക് താല്പര്യമില്ലാന്ന് അവൾക്ക് തന്നെ അറിയാം. നാണക്കേടാണ്, പരിഹാസമാണ്, കളിയാക്കലാണ് എന്നുള്ളത്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിന് നിൽക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് പ്യുവർലി എ കണ്ടന്റ് മേക്കിംഗ്. ഇതൊരു ടോപ്പിക്കാവും, ഇവർ റിയാക്ട് ചെയ്യും, അതുവഴി വ്യൂ കിട്ടും, അതുവഴി പൈസ കിട്ടും. സ്വന്തം ജീവിതം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. സ്വന്തം ജീവിതം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇതുകൊണ്ടൊക്കെ കിട്ടുന്ന പൈസയും കൊണ്ട് എന്ത് ചെയ്യാനാണ് ഞാൻ? കാരണം എനിക്കിങ്ങനെ ഈ തീരെ മനുഷ്യപ്പറ്റില്ലാത്ത ആൾക്കാരുടെ വീഡിയോസ് കാര്യങ്ങളൊന്നും കാണുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. കാരണം ഇതൊക്കെ എന്ത് ലോക്കൽ ഇടപാടാണ് എന്നുള്ളത് എനിക്കറിയില്ല. കുടുംബകലഹോ അല്ലെങ്കിൽ എന്താ പറയുക കഥയിലെ ജീവിതമോ അല്ലെങ്കിൽ എന്ത് ഷോ. എന്തായാലും അടുത്ത ഫോർച്യൂണർ വാങ്ങുന്ന വീഡിയോയോ അല്ലെ ഭാര്യയായിട്ട് വല്ല UAE എന്താണ് എവിടെയെങ്കിലോ UK ഒക്കെ കറങ്ങുന്ന വീഡിയോ നമുക്ക് അടുത്ത് തന്നെ കാണാം. സോ ഗൈസ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.